അസ്സലാമലൈക്കും. ഇന്നലെ എല്ലാവരും മറന്നുപോയോ? ആരെയും കാണുന്നില്ല. ഓക്കെ, എന്തായാലും 3 പേര് എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്യാമറ ഓൺ ആക്കിക്കോളൂ, ബുദ്ധിമുട്ടില്ലാത്തവര്. സൈഫുനിസ, ജസ്ന. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ഇന്നലെ തന്ന ക്വസ്റ്റ്യൻസ് ചെയ്തോ? ഇന്നലെ ക്യാമറ ഫസ്റ്റ് ഓൺ ആക്കി വന്നതായിരുന്നു സൈഫുനിസ. എന്ന് പെട്ടെന്ന് വാ സൈഫുനിസ. ക്വസ്റ്റ്യൻ ചെയ്തോ? മാർക്ക് നോക്കിയോ? നോക്കിയിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും മാർക്ക് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വേണം. നമ്മളിപ്പോൾ ഓരോന്ന് പറയുന്ന സമയത്ത് നമുക്കതിൽ ഏതിലാണോ നമുക്ക് കൂടുതൽ സ്കോർ കിട്ടിയിട്ടുള്ളത് നോക്കിയിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് മാറ്റം വരുത്താനുള്ളതെന്നൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാവും. അപ്പം എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അല്പം വെയിറ്റ് ചെയ്ത് നിങ്ങളൊരു 3-4 മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്ത്. അപ്പൊ നമുക്കിപ്പോ ഇത്ര 5 മിനിറ്റ് ആയല്ലേ? ഞാൻ 28-ന് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യണം എപ്പോഴും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആകെ വരുന്നത് ഒരു 40 മിനിറ്റല്ലേ നമുക്ക് കിട്ടുന്നുള്ളൂ സൂമില്. അപ്പൊ നിങ്ങൾ ലേറ്റ് ആവും തോറും നമുക്ക് ടൈം കുറഞ്ഞു പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്കിതില് 9 കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ തന്നിട്ടുണ്ടായത് അല്ലെ? അപ്പൊ നമുക്കിടയിൽ 9 തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ 9 തരത്തിലുള്ള ആളുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ഒന്നാമത്തെ കാറ്റഗറിയിൽ പെട്ട ആളുകളെ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ഒരു മിനിറ്റ്. ഇല്ല, നമുക്ക് ക്ലാസ് തുടങ്ങിയാൽ എന്താ വയ്ക്കപ്പോ അപ്പൊ പത്ത് ഡോർ അടിച്ചിട്ടപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ, ഡോർ അടിച്ചേ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ട വിഭാഗത്തിലേക്ക് നമുക്ക് പോവാം. അതില് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു പെർഫെക്ഷൻ ആയിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് കാം ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം ഒരു പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു വാശിയായിരിക്കാം എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ നമ്പറിൽ വരുന്ന ആളുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. പക്ഷെ എല്ലാത്തിലും നമുക്ക് എന്തുണ്ടെന്നറിയോ? എല്ലാത്തിലും നമുക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട് എന്നുള്ളതാണ്. ഏതൊരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ മാർക്ക് നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ഒന്നിലാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ചിലപ്പോഴെങ്കിലും ഞാൻ ചിലപ്പോൾ പറയുന്ന ഈ ഒരു സ്വഭാവത്തിൽ പെട്ടവർ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവര് ഓക്കെ ഇത്രയും ദിവസം ഇവരെന്താ ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതല്ല പിന്നെ അങ്ങനെയാണ് നമ്മളുടെ ചിന്ത എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇവരുടെ ഈ ഒരു ക്യാരക്ടർ പെട്ടത് കൊണ്ടാണല്ലേ, അപ്പൊ ഇവർക്ക് എന്തായിട്ടില്ല, ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട് മനസ്സിലായിട്ടില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരും. ആ തിരിച്ചറിവ് നമ്മളിലേക്ക് വരുന്നതോടുകൂടി തന്നെ നമുക്ക് അവരെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരൊന്ന് മനസ്സിലാക്കാനും അവർക്കനുസരിച്ച് നമുക്ക് മാറാനും വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ പെർഫെക്ഷൻ ആയിരിക്കുന്നവർ എന്ന് പറയുന്നത് അവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര പൂർണ്ണതയിലായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പകുതി വഴിക്ക് വിട്ടേച്ച് പോകാനുള്ളതൊന്നും അവർക്ക് പറ്റില്ല. അവർക്ക് 2 പേരുണ്ട്, ഒന്ന് റിഫോർമർ എന്നും കൂടി അവർക്ക് പേരുണ്ട്. അപ്പൊ അവർക്ക് എന്താണ്? പരിഷ്കർത്താക്കൾ എന്നും പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ രീതികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടറിൽ പെടുത്തിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ പിന്നെ ഒരു കുടുംബത്തിലാണെങ്കിലോ തന്നെ ഒരു നാട്ടിലാണെങ്കിൽ തന്നെ പുതിയ പുതിയ ക്രമങ്ങളും നടപടികളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുന്നതാണ്. അവർക്ക് എല്ലാം പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. പക്ഷെ ഇനി നിയമങ്ങൾ കൊണ്ടുവരാ എന്നുള്ളത് മാത്രമല്ല, അവരൊരു നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് കൂടെ ഉള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുകയോ ഒന്നുമില്ല. അവർക്ക് എന്താണോ തോന്നുന്നത് ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടന്നു പോകണം. നമ്മൾ ചിലപ്പോഴെങ്കിലും ചില ആളുകളൊക്കെ പറയാറില്ല, എന്താണ് ഞാൻ പിടിച്ച മുയലിനാണ് 3 കൊമ്പ്, അല്ലെങ്കിൽ ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? നട്ടുച്ചയ്ക്ക് പോലും അയാൾ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് അംഗീകരിച്ച് കൊടുക്കണം എന്നൊക്കെ നമ്മൾ
ചില ആളുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു വരാനുണ്ട് അല്ലെ. അപ്പം അങ്ങനെ വരുന്നുള്ള ഈ ഒരു സ്വഭാവത്തിൽ പെടാന്നുള്ളത് ഈ ഒരു ഇതിൽ വരുമ്പോൾ വരുന്നതാണ്. ഓക്കെ. അതേപോലെ ഇവർക്ക് ചില ആശയങ്ങളൊക്കെ വളരെ പ്രിയപ്പെട്ടതായിരിക്കും. അപ്പൊ ഇവർക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആശയങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും എന്നറിയോ, ആ ആശയത്തിന്റെ പിന്നാലെ പോയിട്ട് അതിനെ നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കോ, അല്ലെങ്കിൽ അവരൊരു ഭരണകർത്താക്കളാണെങ്കിൽ ആ പിന്നെ അങ്ങനെയോ, അതല്ലെങ്കിൽ ഒരു റിലീജിയനിലാണെങ്കിലോ പൊളിറ്റിക്കലാണെങ്കിലോ അങ്ങനെ എവിടെയാണെങ്കിലും അവരിരിക്കുന്ന ആ ഒരു സർക്കിളിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നിയമത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് പിന്നെ മുതിരും, ആ ഒരു നിയമത്തിന് അവർ കൊണ്ടുവരും എന്നുള്ളതാണ്. പിന്നെ അനീതിക്കെതിരെ അവർ നന്നായിട്ട് പോരാടും. അനീതിക്കെതിരെ ശബ്ദം ഉയർത്താനും അങ്ങനെ ഒരു അതിന് കുടുംബത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് ഒരു അനീതിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അവരതിന് ഭയങ്കര ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും കുടുംബത്തിന്റെ ഉള്ളിൽ അവർക്കത് അനീതിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ കുടുംബത്തിന്റെ അകത്ത് കലഹങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇവരെന്ത് ചെയ്യുന്നില്ല, ഇത് അനീതിയാണെന്ന് ഇവർക്ക് തോന്നിയാൽ പോലും ചിലപ്പോൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാനോ മറ്റുള്ളവരായിട്ട് അതിനെ ചർച്ച ചെയ്യാനോ ഒന്നിനും ഇവർ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുടുംബത്തിൽ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ ഇത്തരം ക്യാരക്ടറിൽ പെട്ടിരിക്കുന്നവരാണെങ്കിൽ, ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ മക്കളുടെ ഒക്കെ ഇടയിലൊക്കെ ആണെങ്കിലൊക്കെ എന്തായിരിക്കും അവിടെ അടി ബഹളങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ അവരെന്തായിരിക്കും, നല്ല നല്ല ധാർമ്മിക ബോധമുള്ളവരായിരിക്കാം, മൂല്യബോധമുള്ളവരായിരിക്കാം. അവർക്ക് ചെയ്യുന്ന വസ്തുക്കളെ കുറിച്ച് അവർക്ക് ഭയങ്കര മൂല്യബോധമുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. പൊതുവെ തന്നെ അവർ ഭയങ്കര സീരിയസ് ആയിരിക്കും, എന്തിനും സീരിയസ് ആയിരിക്കും. അവർക്ക് ഒരു തമാശ പതിയെ കളിയും ചിരിയൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഭയങ്കര കുറവായിരിക്കും. എന്തെടുത്താലും ഇപ്പൊ അവരുടെ അടുത്ത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ അവരെന്തായിരിക്കും, അവർ അതിനെ സീരിയസിലേക്ക് എടുക്കും. അവർക്കിടയിൽ സീരിയസ്നെസ് ഭയങ്കര കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അവര് ഹാർഡ് വർക്ക്, ഭയങ്കര കഠിന പ്രയത്നമായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് എന്തെങ്കിലും ഒരു കാര്യം അവർ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട, അവർ അതിന് അത്രയും പെർഫെക്റ്റ് ആയി വളരെ നല്ല രീതിയിൽ അതിനെ അവർ നടത്തി തീർക്കും എന്നത് ഉറപ്പാണ്. കാരണം അവർക്ക് ഒരു മടി പിടിച്ചിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല, ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരിക്കും. ഓക്കെ. പിന്നെ അതേപോലെ അവരൊരു കാര്യം തീരുമാനിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ മാത്രമായിരിക്കും അവരെടുക്കാറുള്ളത്, നടക്കാത്ത കാര്യങ്ങളൊന്നും അവരെടുക്കില്ല. അവരെടുക്കുമ്പോൾ തന്നെ ഇതെന്നെ കൂടെ നടത്താൻ പറ്റും എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആ ഒരു കോൺഫിഡന്റ് ഉള്ള വിഷയം മാത്രമേ എന്താവുകയുള്ളൂ ഇവർ ഏറ്റെടുക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇവർക്കുള്ള പ്രത്യേകത. ഓക്കെ. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ അവര് പിന്നെ നാം വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ ശരി എന്നതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കും. മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായത്തിലേക്കൊന്നും അവർ മാറിപ്പോവില്ല എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും ഞാൻ ഇത്തരം പോയിന്റ്സുകളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ സ്വന്തത്തെ തന്നെയോ നമുക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ സാമ്യം തോന്നുന്നുണ്ടാവാം. തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. കാരണം മനുഷ്യന്റെ സ്വഭാവമാണ് നമ്മുടെ ഇവർ വിരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അവർ സ്വയം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിപ്പിക്കാനും മറ്റുള്ളവരെ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പഠിപ്പിക്കാനും അവരുദ്ദേശിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ വഹിക്കാനും അവർ ഭയങ്കര നിർബന്ധിതരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് പിന്നെ ഉപദേശം കൊടുക്കുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കും. ഉപദേശിച്ച് കൊല്ലുക എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പൊ ഉപദേശം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉപദേശിക്കുക എന്നുള്ളത്. അതേസമയം ഇവർക്ക് ഉപദേശം സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഇഷ്ടമായിരിക്കില്ല കേട്ടോ. ഇവരങ്ങോട്ടേക്ക് ഉപദേശിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരിക്കും. പിന്നെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അതിലേക്ക് ഭയങ്കര ശ്രദ്ധ ചെലുത്തിക്കൊണ്ടായിരിക്കും ഇവര് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഭയങ്കര ശ്രദ്ധയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇവര് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിലൊക്കെ അതിനത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ കൊണ്ടുപോകും. അവരുടെ ക്യാരക്ടർ തന്നെ തന്നെയാണല്ലോ അല്ലെ, പെർഫെക്റ്റ് ആണല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ അതിനെ അവർ കൊണ്ടുപോകുന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അവർക്ക് എന്നാ പറഞ്ഞോ. ഓക്കെ. ക്രമം പാലിക്കുക എന്നുള്ളത്, ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ, ഒരു 12 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 12 മണിക്ക് കൃത്യമായി ആളുകൾ എത്തിയിരിക്കണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളടുത്ത് പറയുന്നത് 5 o'clock-നാണ്. 5 o'clock നിങ്ങൾ മസ്റ്റായിട്ടും എത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്താണ്, അവർക്കൊരു സമയത്തിൽ ഭയങ്കര ദൃഢത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. ഒരു മിനിറ്റ്.
സോറി, അത് മോന് നാട്ടിൽ നിന്ന് വിളിച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഫോൺ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെയാണ് കേട്ടോ ഫോൺ എടുത്തത്. ഓക്കെ, ഇൻഷാല്ലാ. ഒരു മിനിറ്റ്. അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ തന്നെ അവിടെ ഇന്ന് ദൃഢമായി ഇരിക്കുകയും ആ ഒരു കാര്യത്തെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവർ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവരെ ഒരു കാര്യം ഏൽപ്പിക്കുക എന്നുള്ളത് നമുക്ക് നല്ല, അവരൊരു കാര്യം ഏൽപ്പിച്ച് നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമൊക്കെ കൊടുക്കുകയാണെങ്കിലൊക്കെ ഒന്നും തന്നെ നമുക്ക് ടെൻഷൻ അടിക്കാതെ അവരെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ആ രീതിയിൽ തന്നെ അവർ ഭയങ്കര ചിട്ടയോടും ക്രമത്തിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഒരു കോമൺ ആയിരിക്കണം ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമൺ ആയിട്ട് വരുമ്പോൾ തന്നെ അതിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ചിലതുണ്ട് അല്ലേ. കാരണം അവർക്ക് എന്തെങ്കിലും തോന്നിയതിൽ തന്നെ ഒരു സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ അവരതിനെ നിർബന്ധമായി കൊണ്ടുവരിക എന്നുള്ളത് ചിലപ്പോഴെങ്കിലും ഒരു ഫാമിലി ലൈഫിലേക്ക് നോക്കുകയാണെങ്കിലും മക്കൾ, ഭാര്യക്ക് ഭർത്താവാണ് ഈ ഒരു ക്യാരക്ടറുള്ളതാണെങ്കിൽ ഭാര്യയ്ക്ക്, ഭാര്യയാണ് ഈ ഒരു ക്യാരക്ടറുള്ളതെങ്കിൽ ഭർത്താവിനോ, ഇത്തരം സ്വഭാവത്തിലുള്ളവരാണെങ്കിൽ ചിലപ്പോൾ മക്കൾക്കൊക്കെ എന്തായിരിക്കും, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അവിടെ പിന്നെ ചില ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഭർത്താവാണ് ഈ ഒരു ക്യാരക്ടർ പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒരു അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഭാര്യയോടും മക്കളോടൊക്കെ. അവരുടെ ഇഷ്ടവും അവരുടെ താല്പര്യവും ഒക്കെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്യാരക്ടറിലേക്ക് ഇരിക്കുന്ന ഒരാളുടെ ഈ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി ലൈഫിൽ നമുക്ക് എന്തായിരിക്കും, ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് സീക്രട്ടുകൾ, ഇവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനവര് ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും കേട്ടോ. സീക്രട്ടുകളൊന്നും അവര് പുറത്ത് കൊണ്ടുപോവില്ല എന്നുള്ളതാണ്. അപ്പം ഒരു ടീമിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഒരു ടീം ലീഡറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കഴിവായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് വരെ അതിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. ആ റിസൾട്ട് ഒന്നും വിട്ടിട്ട് അവർ പോവില്ല എന്നുള്ളത്, ആ റിസൾട്ട് കിട്ടാതെ പകുതി വഴിക്ക് വിട്ടിട്ടൊന്നും അവർ പോവില്ല എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടുന്നത്, ഏതൊരു ക്യാരക്ടറിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ആ കുട്ടിയെ ഗർഭം ധരിക്കുന്നത് മുതൽ, അതും അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു പാരന്റ്സ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് മുതൽ എന്ന് വേണം പറയാൻ. നമ്മൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന സമയം മുതലാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപകൽപ്പന ചെയ്യപ്പെടുന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസിയുടെ ആദ്യഘട്ടം മുതൽ എന്ന് പറയാം, ഒന്നുകിൽ പ്രഗ്നൻസി ആവാൻ ഉദ്ദേശിക്കുന്ന ടൈം മുതൽ എന്ന് പറയാം. അപ്പൊ ഈ എന്താണ് അത് എന്നുള്ളത് വളരെ ഡീപ്പായിട്ട് നമുക്ക് പാരന്റിങ് സെഷൻ വരുന്ന സമയത്ത് വിശദീകരിച്ചു തരാം ഇൻഷാ അള്ളാ. അപ്പൊ അവിടെ നമുക്ക് ആ ഒരു കുട്ടി, എന്നിട്ട് ആ കുട്ടിക്ക് 6 വയസ്സാവുന്നത് വരെയാണ് കുട്ടിയുടെ സ്വഭാവ രൂപകൽപ്പന ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു സ്വഭാവത്തിൽ നമ്മുടെ കുട്ടികൾ വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചൈൽഡ്ഹുഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ പാരന്റ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുന്ന ഒരു പാരന്റ്സ് ആണെങ്കിൽ എല്ലാത്തിനും ഇന്ന് എടുത്തെടുത്ത് വെക്കണം, വെച്ചെടുത്ത് വെക്കണം, അതല്ലെങ്കിൽ ഭയങ്കര ഷോർട്ടായിരിക്കും, പൊട്ടിത്തെറിയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള പാരന്റ്സ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഈ കുട്ടികൾ വലുതായി വരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാൻ ചാൻസ് കൂടുതലാണ്. ഇനി പാരന്റ്സ് മാത്രമല്ല, കുട്ടി വളർന്നു വന്ന സ്കൂൾ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ടീച്ചേഴ്സ് ഇത്രയും ഒരു ഭയങ്കര കർക്കശമായ സ്ട്രിക്റ്റ് ആയിരിക്കണം. നമുക്ക് പറയാൻ ചിലപ്പോഴെങ്കിലും പറയാൻ കേൾക്കാറില്ല, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ കുറിച്ച് നമുക്ക് പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെ, എന്താണ് അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നുള്ളത് നമ്മൾ അറിയാൻ പറ്റും. ഇങ്ങനെ സ്ട്രിക്റ്റ് ആയി വരുന്ന സ്കൂളുകളുടെ അവിടെ പിന്നെ സെൻഡ് ഓഫ് നടക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്താണ് ആ കുട്ടിയുടെ തനി നിറം എന്നുള്ളത്. അത്രയും കാലം അവർ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും കളർ വാരിയറിയിലും കേക്ക് വാരിയറിയിലും അങ്ങനെ ആകെ കൂടി ഭയങ്കര കുൽമലായി വരുന്ന ഒരു അവസ്ഥയിലേക്ക്. അപ്പം അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു മക്കളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി അടിച്ചേൽപ്പിക്കുന്ന സമയത്തും കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അതിന് മിക്കവാറും നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല. സോ നമുക്ക് ഈ 6 വയസ്സിന് മുമ്പത്തെ കാര്യങ്ങളാണെങ്കിൽ, അതിലേക്ക് 2 വയസ്സിന് മുമ്പ്, 3 വയസ്സിന് മുമ്പത്തെ പല കാര്യങ്ങളും നമുക്കത് കോൺഷ്യസ്ലി നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല എങ്കിലും സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഫീഡ് ചെയ്യപ്പെടുകയും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് അത് ചാൻസ് കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ മക്കളെ ഇത്തരം ഒരു ക്യാരക്ടറിലേക്ക്, അതിന്റെ നെഗറ്റീവ് വശത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരന്റ്സ് എന്ന രീതിയിൽ നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രദ്ധിക്കാനുള്ളത്. അതേസമയം നമ്മുടെ നമ്മൾക്ക്
ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, അതൊരു 2 വയസ്സ് മുതലായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പൊ ഈ 2 വയസ്സ് മുതൽ ചിലപ്പോൾ അതല്ലെങ്കിൽ ചിലപ്പോൾ 2 വയസ്സിന് മുമ്പും കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ ഈ 2 വയസ്സിന് മുമ്പോ 2 വയസ്സിന് ശേഷമോ നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, ആ ഒരു ടൈമിലൊക്കെ കുട്ടികൾ ചിലപ്പോഴെങ്കിലും അവര് യൂറിനൊക്കെ അവിടെ ഇവിടെയൊക്കെ പാസ് ചെയ്യുന്നവര്, അവർക്ക് ഭയങ്കര പകുതി ഒരു സ്ഥലത്ത് അങ്ങനെ അങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ഒരു ടൈം ആയിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ഭയങ്കര രൂക്ഷമായൊക്കെ പെരുമാറുന്ന സമയത്തും ഈ ഒരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടാൻ ചാൻസ് കൂടുതലായിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചൈൽഡ്ഹുഡിന്റെ സമയത്ത് വരുന്ന ഈ ഒരു സംഭവത്തെ നമ്മൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടാതിരിക്കുക, ഇതിന്റെ പോസിറ്റീവ് വശത്തിലേക്കും ഒക്കെ അതേ സമയത്ത് തന്നെ അതിന്റെ നെഗറ്റീവ് വശത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുമെന്നാണ്. ഇനി അതേ സമയത്ത് അതിന്റെ പോസിറ്റീവ് വശം, അതിന്റെ ഒരു ഹെൽത്തി ആയിരിക്കുന്ന ഒരു സൈഡ് ഉണ്ട്. എല്ലാത്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അതിന്റെ ഹെൽത്തി സൈഡിലേക്ക് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ദേഷ്യം പിടിക്കില്ല. അവർക്ക് എന്തെങ്കിലും ദേഷ്യം പിടിക്കാനുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അവർ അതിന് വെയിറ്റ് ചെയ്തിട്ട് അവിടെ എന്താണ് വേണ്ടതെന്ന് അവർ അത് ചിന്തിക്കും എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ 1ാമത്തെ കാറ്റഗറിയിൽപ്പെട്ടവർ നമ്മുടെ ഗഡ് സെന്ററിൽ വെച്ചിട്ടാണ് വരുന്നുള്ളത്. ഗഡ് സെന്റർ എന്ന് പറയുന്ന സമയത്ത് എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരായിരിക്കാം. അപ്പൊ എടുത്തു ചാടി പ്രവർത്തിക്കുക അതിന്റെ കോമൺ ആണെങ്കിലോ അതേസമയം അതിന്റെ അൺഹെൽത്തിയിലേക്കോ വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ എടുത്തു ചാടി പ്രവർത്തിക്കും. അപ്പൊ അവിടെ എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവർ അതിനെ ബോധപൂർവം തന്നെ അതിനെ വെയിറ്റ് ചെയ്ത്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒന്ന് വെയിറ്റ് ചെയ്ത് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് പറയപ്പെട്ടത് നമ്മളോടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളത്. ഞാൻ എൻ്റെ അൺഹെൽത്തിയിൽപ്പെട്ട ഈ ഒരു സ്വഭാവം എന്നിലുണ്ട് എന്ന് എനിക്ക് ബോധ്യം വരുന്ന സമയത്ത്, എനിക്കിത് മാറ്റണം എന്നുള്ള ചിന്താഗതി എന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ചുരുങ്ങിയത് ഒരു 3 മാസമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ കേട്ടത് കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു 3 മാസത്തേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സാഹചര്യങ്ങളും സിറ്റുവേഷനുകളും വരുന്ന സമയത്ത് അല്പം മാറി നിന്നുകൊണ്ട്, നമുക്ക് ഇസ്ലാമിൽ തന്നെ അറിയാം അല്ലെ, ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇരിക്കുക അല്ലെ. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, നമ്മൾ ഉള്ള പൊസിഷനിൽ നിന്ന് നമ്മൾ മാറി, ഉള്ള പൊസിഷനിൽ നിന്ന് നമ്മൾ മാറിയാൽ മാത്രമേ ആ ദേഷ്യത്തിന്റെ അളവൽപ്പം മാറാൻ വേണ്ടി പറ്റൂ. ഇനി അതൊന്നും അല്ല, നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ട്, നിങ്ങൾക്ക് നല്ല കേട്ടോ, നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ദേഷ്യം വന്നിട്ട് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ദേഷ്യം പാടെ പോയിക്കൊള്ളും എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മളെ കാണുന്ന സമയത്ത് തന്നെ ആ ദേഷ്യം അവിടെ അങ്ങനെ ഐസ് കട്ട പോലെ മഞ്ഞ് കട്ട പോലെ ഉരുകി ഒലിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അവിടെ അവരെന്താ ചെയ്യുന്നത്, അതിന്റെ ഹെൽത്തിയിലേക്ക് വേണമെങ്കിൽ ഉടനെ പ്രതികരിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ പ്രതികരിക്കില്ല. അതേസമയം അവരെന്തായിരിക്കും, അവര് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കും പിന്നെ അവരതിലേക്ക് ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ വീട്ടിലേക്ക് ഒരു ഫാമിലിയിലൊക്കെ ആണെങ്കിൽ ഇതിനെ ഹെൽത്തി ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, അവർ അതിന്റെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥമായ കാരണത്തെ തേടുകയും യഥാർത്ഥ കാരണം തേടിയിട്ട് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ട് അതിനെ ചിന്തിച്ചിട്ട് മാത്രമേ ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. പക്ഷെ ഇവർ പ്രവർത്തിക്കുന്ന സംഭവം അത്രയും പെർഫെക്റ്റ് ആയിരിക്കാം. പക്ഷെ ഈ പെർഫെക്റ്റ് ആയ സംഭവത്തെ എന്താക്കില്ല, എടുത്തു ചാടി പ്രവർത്തിക്കില്ല. പകരം ഇവർ കുറച്ച് സമയം അതിനെ കുറിച്ചിട്ട് ആലോചിക്കും. കൂടെയുള്ള തന്റെ ഭാര്യക്കോ മക്കൾക്കോ ആണ് ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിലോ ആണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് ആണെങ്കിൽ രാഷ്ട്രീയത്തിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഇവർക്ക് വരുന്ന ആ ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും മറ്റുള്ളവർക്ക് ഞാൻ ഇതെത്തിയാൽ ഇവിടെ ഒരു തീരുമാനം എടുത്താൽ എന്താണ് എന്നുള്ളതും ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ഇതിന്റെ ഹെൽത്തി ഭാഗത്തിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ദേഷ്യം സങ്കടം ഒക്കെ ഇവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. അതേസമയം ഫസ്റ്റ് ക്യാരക്ടറിൽ പെട്ട അൺഹെൽത്തിയിലോ ആവറേജിലോ പെട്ടിരിക്കുന്ന ഒരാൾക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലും ഒരു ഇമോഷൻസിനെയും അവർക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. സോ അവരുടെ ഗഡ് സെന്ററിൽ നിന്നാണ് ഇമോഷൻസ് വരുന്നത് കൂടുതലും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസ് അവർ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഒഴുകും എന്നുള്ളതാണ്. ഇതേസമയം ഇതിനെ അവർ എന്ത് ചെയ്യണം, ഒന്ന് ഹെൽത്തിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് വരികയും അതിലേക്ക് ഒന്ന് സാവകാശം കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നല്ല ക്ഷമയുള്ളവരായിട്ട് മാറും എന്നുള്ളതാണ്. നല്ല അവബോധം ഉണ്ടാവും, അത് യഥാർത്ഥമായിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് യഥാർത്ഥമായ ഒരു തിരിച്ചറിവ് ഇതിന്റെ ഹെൽത്തി വിഭാഗത്തിൽ പെടുന്ന സമയത്ത് ഉണ്ടാവും.
പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇവരെന്തായിരിക്കും ഒരു നല്ലൊരു സമഗ്ര വ്യക്തി, നല്ലൊരു വ്യക്തിയായി മാറും. നമുക്കതിന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അതേപോലെ തന്നെ എല്ലാ പ്രവാചകന്മാരെയും ഇതിൽ 9 കാറ്റഗറിയിൽ പെട്ടതിലെയും ഹെൽത്തി വിഭാഗത്തിലേക്ക് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. ഇനി അതിലപ്പുറത്തേക്ക് നമുക്ക് ഗാന്ധിജി എടുക്കാം. ഗാന്ധിജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയിൽ ഒരുപാട് ഇതിന്റെ അൺഹെൽത്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗാന്ധിജി പുറത്തു പോകുന്ന സ്ഥലത്തേക്കൊക്കെ പണ്ടൊക്കെ മറ്റേ മണ്ണിന്റെ കക്കൂസാണ് ഉണ്ടായത്. ആ ഒരു ടോയ്ലറ്റ് ചുമന്ന് കൊണ്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം എന്താണ്, അത്രയും പെർഫെക്റ്റ് ആയ സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഒരാൾ പോയി വാഷ്റൂമിൽ ആൾ പോവില്ല. നമ്മൾ എത്ര ഒരാൾ ഉപയോഗിച്ച തോർത്ത് ഉപയോഗിക്കില്ല, ഒരാൾ ഉപയോഗിച്ച സോപ്പ് ഉപയോഗിക്കില്ല. അങ്ങനെ ഒരാൾ ഉപയോഗിച്ച ഒരു സാധനം ഉപയോഗിക്കാതെ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാത്രം ഒന്ന് എന്നുള്ള രീതിയിലേക്ക് ഇവർ കൊണ്ടുപോകാന്നുള്ളതാണ്. പക്ഷെ ഗാന്ധിജിയുടെ അത്രയും അൺഹെൽത്തി ക്യാരക്ടർ ആണെങ്കിൽ കൂടിയും അദ്ദേഹത്തിൽ ചില ഹെൽത്തി ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമുക്ക് എന്തായത് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് വാങ്ങിത്തരാൻ കൂടി പറ്റിയത് ആ ഈ ഒരു ക്യാരക്ടറിൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് ഇതിൽ എല്ലാവരിലും എന്തുണ്ടാവും, അൺഹെൽത്തി ഉണ്ടാവും, ഹെൽത്തി ഉണ്ടാവും. പക്ഷെ ഹെൽത്തിയിലാണെങ്കിൽ അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ഹെൽത്തി വശത്തിൽ കൂടി സമൂഹത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നമ്മുടെ ആ മഹാത്മാവിന് പറ്റിയത് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇത്തരം ആളുകൾ കള്ളം പറയില്ല, സത്യമായിരിക്കും. നമുക്കറിയാലോ എന്താണ് ഗാന്ധിജിയുടെ മുദ്രാവാക്യം, സത്യമാണ് ഗാന്ധിജിയുടെ ദൈവം എന്നുള്ളത് അല്ലെ. അപ്പൊ സത്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതായിരിക്കും. ഇവരെന്തായിരിക്കില്ല, സമയത്തിനനുസരിച്ചിട്ട് മാറ്റി പറയുക എന്നുള്ള ഒരവസ്ഥയിലൊന്നും അവരെത്തിപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ സത്യമായിരിക്കും അവരുടെ ആയുധം എന്നുള്ളത്. സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും ഇവര് പോരാടുക എന്നുള്ളത്. ഓക്കെ. പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്ലെക്സിബിൾ ആവേണ്ട സ്ഥലത്തേക്ക്, ഹെൽത്തി ആണെങ്കിൽ എന്തായിരിക്കും, ഒന്ന് മാറേണ്ട സ്ഥലത്തേക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാനും വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി പിന്നെ ഇവർക്ക് ഇവിടെ ഒരു ഹെൽത്തിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ കുഞ്ഞു കാലത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളിൽ വെച്ചിട്ട് ഭയങ്കര ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെയൊക്കെ പൊരുത്തപ്പെടാനുള്ള സാഹചര്യങ്ങളും സിറ്റുവേഷൻസുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ കുട്ടികളുടെ കൂടെ കളിക്കുകയാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിലാണ്. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പാരന്റിങ് സിസ്റ്റം ഇവിടെ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലൊരു പാരന്റിങ് സിസ്റ്റം ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു പോസിറ്റീവ് വശത്തിലേക്ക് ഇവർ വളർന്നു വരുന്ന സമയത്തേക്ക് ഇവർ പിന്നെ മാറാനുള്ള ഇതിന്റെ ഹെൽത്തി സൈഡിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. പിന്നെ അവർ മറ്റുള്ളവരോടും സ്വന്തത്തിനോടും എന്നും ബഹുമാനമായിരിക്കാം. സ്വന്തത്തെയും ബഹുമാനിക്കും, മറ്റുള്ളവരെയും ബഹുമാനിക്കും. ആരെയും ആരുടെ വാക്കിനും വില കൽപ്പിക്കാതെ മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കാതെ പോവില്ല. മറ്റുള്ളവരുടെ വാക്കിന് അവർ എടുക്കുകയും സ്വന്തത്തിന് വില കൽപ്പിക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് ഏതാണോ നമുക്ക് നല്ലത് എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരുടെ വാക്കിനും സ്വന്തത്തിനും വാല്യൂ കൊടുത്തുകൊണ്ട് ആ ഒരു ഹെൽത്തി വിഭാഗത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒന്നാമത്തെ ക്യാരക്ടറിൽ പെട്ട ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ ഹെൽത്തി കാറ്റഗറിയിൽ പെട്ടതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിലാണെങ്കിലോ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിലാണെങ്കിലോ അവർ എത്രമാത്രം ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്ത് ഇഷ്യൂസ് വരികയാണെങ്കിലും അവർക്കൊരു മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും എന്നുള്ളതാണ്. ഇനി അവരൊരു സംഘടനയുടെ തലവനാവാൻ ഉഷാറായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഹെൽത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇവരൊരു സംഘത്തിന്റെ തലവനായിരിക്കുന്ന സമയത്ത് ആ സംഘടനയുടെ കീഴിലുള്ള എല്ലാവർക്കും കീഴ് ഉദ്യോഗസ്ഥർക്കൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. സോ മറ്റുള്ളവരുടെ ഇഷ്ടവും താല്പര്യവും ഒക്കെ മനസ്സിലായിട്ടായിരിക്കും ഇവരെന്തെങ്കിലുമൊക്കെ നിയമം കൊണ്ടുവരിക എന്നുള്ളത്. അതേസമയം ഇവർക്ക് എന്തായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്ക് ഓൾറെഡി ഉള്ളതാണ്. അതേസമയം ഇവർ അൺഹെൽത്തിയിലേക്കാണ് വരികയാണെങ്കിൽ ഇവർ ഒരു ലീഡർഷിപ്പിലേക്ക് ഒരു സംഘത്തലവനായിട്ട് ഇവർ വരികയാണെങ്കിൽ അവിടെ ആ സംഘങ്ങളുടെ കീഴിലുള്ള ഒരു കീഴ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലോ കീഴിൽ വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലോ എന്തായിരിക്കും, ഇവരൊരു നിയമം കൊണ്ടുവന്നാൽ ഇത് എപ്പോഴായിരിക്കും എന്നുള്ളത് അറിയാതെ നമുക്കറിയാം അല്ലെ. അർദ്ധരാത്രി 2 മണിക്കാണ് നമ്മുടെ നോട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പിന്നെ നോട്ട് മാറിയത് അല്ലെ. അപ്പൊ അതുപോലെ എന്തായിരിക്കും, സ്വയം തോന്നിയ നിയമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്ന സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമോ, എന്റെ ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നൊന്നും ചിന്തിക്കാതെ എന്താണ് തോന്നിയത് അതങ്ങോട്ട് സ്പോട്ടിൽ അങ്ങോട്ട് എടുത്ത് പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കാം. അതേസമയം ഇതിനെ ഹെൽത്തിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്നത് എനിക്ക് നടപ്പിലാക്കുകയും വേണം. ഇത് നടപ്പിലാക്കുന്നതോടുകൂടി എൻ്റെ കൂടെയുള്ളവർക്കോ എൻ്റെ പിൻഗാമികൾക്കോ എൻ്റെ സഹപ്രവർത്തകർക്കോ എൻ്റെ കീഴ് ഉദ്യോഗസ്ഥന്മാർക്കോ ആർക്കും തന്നെ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും ചെയ്യും. ആ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി നമ്മുടെ ഹസ്ബൻഡാണ് ഇങ്ങനെ ഒരു പോസിറ്റീവിലായിരിക്കുന്നത് എന്നുള്ളെങ്കിൽ
മിക്കവാറും എന്തായിരിക്കാം, നമ്മളൊരു ആഗ്രഹം പറയുന്നു, മിക്കവാറും ജോയിന്റ് ഫാമിലിയിലാണ്. ജോയിന്റ് ജോയിന്റ് ഫാമിലിയിലായിരിക്കുന്ന സമയത്ത് മിക്കവാറും എന്തായിരിക്കാം, പല പല ഇഷ്യൂസും വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് പറയുന്ന സമയത്ത് ആളെന്തായിരിക്കും, ഓക്കെ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും, ഞാൻ എന്തെങ്കിലും ഒന്ന് വഴി ഉണ്ടാക്കട്ടെ എന്ന് നോക്കാന്നുള്ള രീതിയിൽ നമ്മളൊന്ന് സമാധാനിപ്പിക്കുകയും, എന്നിട്ടോ ആള് പോയിട്ട് വീട്ടിലുള്ളവരെയും മറ്റുള്ളവരെയും അവർക്കും കൂടി സമാധാനം ഉണ്ടാവണം, രണ്ടുപേർക്കും കൂടി സമാധാനം ഉണ്ടാവേണ്ട രീതിയിൽ ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുകയും കണ്ടെത്തിയിട്ട് ആ സൊല്യൂഷൻസ് ഇവിടെ ചെലവഴിക്കുകയും ചെയ്യും. അത് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ആ ഒരു കുടുംബത്തിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ. കുടുംബ കലഹങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതേസമയം ഇതിന്റെ തന്നെ അൺഹെൽത്തിയിലേക്ക് വരികയാണെങ്കിലോ, ഇവിടെ ഇതെന്താണ് ഇങ്ങനെ, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നടക്കേണ്ടത്, ഞാനല്ലേ ഇവിടുത്തെ പിന്നെ കാരണവർ എന്നുള്ള രീതിയിൽ എന്തായിരിക്കാം, ഭയങ്കര ബാളായിരിക്കാം. കാരണവർ ഞാനല്ലേ എന്നുള്ള രീതിയിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് പറയാം, കേൾക്കാറുണ്ട് എന്താണ്, കുട്ടികൾ ബാളുണ്ടാക്കാം. കുട്ടികൾ ഇങ്ങനെ ബാളുണ്ടാക്കുന്ന സമയത്ത് കുട്ടികളടുത്ത് ബാളുണ്ടാക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെക്കാളും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന മുതിർന്നവർ അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ഒന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അതേസമയം ഹെൽത്ത് സൈഡിലേക്ക് വരികയാണെങ്കിലോ, ഓക്കെ ഇത് കുട്ടികളല്ലേ, ഇനിയിപ്പോ ഇവരെ ഓൾറെഡി ശബ്ദം ഉണ്ടാക്കുന്നത്, അതിന്റെ കൂടെ ഞാനും കൂടി പറഞ്ഞ ഈ ശബ്ദം കൂടുകയേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഇവർക്ക് എന്താക്കി എടുക്കാൻ വേണ്ടി പറ്റും, ഇവർക്ക് ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ നല്ല അച്ചടക്കമുള്ളവരായിരിക്കാം ഇവർ, എന്നും നല്ല അടക്കവും ഒതുക്കവും അച്ചടക്കവും ഉള്ളവരായിരിക്കാം എന്നുള്ളതാണ്. ഇതിന്റെ ഹെൽത്തിയിലേക്ക് വരുന്ന സമയത്ത്, അൺഹെൽത്തിയിലേക്ക് വരുന്ന സമയത്തോ അച്ചടക്കമൊന്നും ഉണ്ടാവില്ല ഇവർക്ക്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ബഹളമുള്ളവരായിരിക്കും അല്ലേ. ഇന്ന് ബഹളമുള്ള സമയത്ത് ഇവർക്ക് പിന്നെ അവിടെ അച്ചടക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഓക്കെ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അൺഹെൽത്തിയിലേക്ക് വരികയാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമണിൽ പറയുന്ന സമയത്ത് ഞാൻ പിടിച്ച മുയൽ തന്നെയാണ് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവരും തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഭർത്താവാണ് ഇത്തരം ക്യാരക്ടറിൽ പെട്ട ഒരാളാണെങ്കിൽ ഭാര്യ ഒന്ന് ചോദിക്കുകയാണ് വീട്ടിലേക്ക് പോകണം, അപ്പൊ എന്താണ്, ഇല്ല എന്ന് പറ്റില്ല. ഇന്ന് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായത് കൊണ്ടല്ല, അവൾ ഇന്ന് പറഞ്ഞതിന് ഞാൻ അനുസരിച്ചാൽ ഞാൻ എങ്ങാനും വന്ന് എൻ്റെ വാല്യൂ പോയാലോ എന്നുള്ള ഒരു ഈഗോ, അവിടെ ഒരു ഈഗോ വർക്കായി അങ്ങനെ എല്ലാത്തിനും ശാഠ്യം പിടിക്കുകയും ഞാൻ പറഞ്ഞതേ അവിടെ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഇതിലേക്ക് വരികയും അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും എന്താവാൻ ചാൻസ് കൂടുതലാണ്, ഫാമിലി ലൈഫിലേക്ക് വരുന്ന സമയത്ത് അടി കൂടുതലാണ്. നമ്മളിപ്പോൾ ഇത് മനസ്സിലാക്കുകയാണ്, നമ്മുടെ ഭർത്താവാണ് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ, ഓക്കെ ഞാൻ എന്ന് വീട്ടിൽ പോകണം എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ച സമയത്ത് തന്നെ അയക്കില്ല എന്നുള്ള ആണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒന്നാമത്തെ നമ്പറിൽ അൺഹെൽത്തിയിലാണ് ആൾ കിടക്കുന്നുള്ളത് എന്നുള്ളത്. ആളെ നമുക്ക് സാവധാനം ഹെൽത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കാം, സൂപ്പർ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത്രയും നല്ല ദാമ്പത്യ ജീവിതം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതൊന്നിലും നമുക്ക് നല്ലതൊന്നോ മോശമൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, എല്ലാത്തിലും രണ്ടും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്കത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നതിനേക്കാളും മുമ്പ് ഈ പറഞ്ഞതിൽ വെച്ചിട്ട് എന്നിൽ എന്തെങ്കിലും മാറ്റേണ്ട സ്വഭാവം ഉണ്ടോ. ഇനി നിങ്ങൾക്ക് ഏറ്റവും ഹൈ ആയിരിക്കുന്ന നമ്പർ വേറെ ഏതിലെങ്കിലാണ് കിട്ടിയതെങ്കിൽ പോലും ഇതിൽ ചിലരൊക്കെ കിടക്കട്ടെ, എല്ലാത്തിൽ നിന്നും നമുക്ക് എന്തായിരിക്കും, എല്ലാത്തിലും നമ്മുടെ സ്വഭാവം ഉണ്ടാവും. എല്ലാത്തിലും നമ്മളിൽ സ്വഭാവം ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും പിന്നെ ഹൈ ആയി കിടക്കുക, അതിൽ ഏറ്റവും കൂടുതലായി കിടക്കുക എന്നുള്ളത് നമ്മുടെ നമ്പർ കൂടുതൽ കിട്ടിയതായിരിക്കാം. ഇനി നമ്മുടെ കൂടുതൽ കിട്ടിയത് അത് ഒരു സെക്കൻഡ് റാങ്ക് കിട്ടിയത് ഏതാണോ എന്ന് നോക്കിയിട്ട് നമുക്കിത് കൂടുതൽ വരുന്ന സമയത്ത് അതിന്റെ ഹെൽത്തി ഏതിലാണോ പെടുന്നത്, അൺഹെൽത്തി ഏതിലാണോ പെടുന്നത്. ഇനി ചിലപ്പോൾ നമുക്ക് ഒരു ഏഴോ അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ എട്ടോ അല്ലെങ്കിൽ ഒന്നോ കിട്ടി, അതിൽ എട്ടിലാണ് നമുക്ക് കൂടുതൽ സ്കോർ കിട്ടിയത്, ഒന്നിൽ അത്ര മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഏതിലാണോ അൺഹെൽത്തിയിലാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ ഹെൽത്തിയെയും ഇവിടുത്തെ ഹെൽത്തിയെയും നമ്മൾ നമ്മളിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടി നോക്കണം എന്നുള്ളതാണ്. ഓക്കെ. ഇനി ആവറേജിലേക്ക് വരുന്ന സമയത്ത് സ്വന്തത്തിനോട് ഒരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. സ്വന്തത്തിനോട് തന്നെ അവർക്ക് ഒരു ദേഷ്യമായിരിക്കാം. കാരണം അവർക്ക് അവരോട് ഇഷ്ടത്തിനൊന്നും അല്ല അവർ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്. അവർക്ക് അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്വയം ദേഷ്യം പിടിക്കില്ല. അവർ പറയുന്നത് മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പോഴെങ്കിലും പല ഇമോഷൻസ് അവർക്കുള്ളിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോഴൊക്കെ എന്താണ്, സെൽഫിനാണ് ഇതിന്റെ ഡാമേജുകൾ വരുന്നത്. അപ്പൊ ഇവർക്ക് എന്താവില്ല, സ്വന്തത്തിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടം കുറവായിരിക്കാം. സ്വന്തത്തിനോട് ഇഷ്ടം കുറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഷോട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ദേഷ്യം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എന്താവുന്നുണ്ട്, അത്രമാത്രം നമ്മളുടെ അകത്ത് എന്താണോ ഉള്ളത് അതാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് അല്ലെ. നമ്മൾ അകത്ത് ചിരിച്ചുകൊണ്ട് ഇരുന്നിട്ട് നമുക്ക് ഒരാളോട് ദേഷ്യപ്പെടാൻ വേണ്ടി പറ്റുമോ? ആർക്കെങ്കിലും അങ്ങനെ പറ്റുമോ? അകത്ത് തിരിച്ചുകൊണ്ടിരുന്നിട്ട് മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനായിട്ട്? ഒരിക്കലും ഇല്ല അല്ലെ. ഇനി
അകത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ട് പുറത്തേക്ക് ചിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അതും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതായിരിക്കാം പുറത്തുള്ളവർക്ക് കിട്ടുക. ഉള്ളിലുള്ളതായിരിക്കാം പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തുണ്ടാവില്ല, സെൽഫ് ലവ് വളരെ കുറവായിരിക്കും. സോ സെൽഫ് ലവ് ഉണ്ടെങ്കിൽ ഇവർക്ക് അറിയാൻ വേണ്ടി പറ്റും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്റെ തന്നെ ഹെൽത്തിന് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇവർക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പൊ സ്വന്തത്തിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, സ്വന്തം ഹെൽത്തിനെ കുറിച്ചിട്ട് ഇവർക്ക് യാതൊരു ബോധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് പിന്നെ ഇവർക്ക് അതിനെ കുറിച്ചിട്ടൊന്നും, അപ്പൊ സ്വന്തത്തിനോട് ഇഷ്ടമില്ലാത്തത് പോലെ തന്നെ ഇവർക്ക് കുടുംബത്തിന്റെയും ജീവിതത്തിൽ ഒന്നും എന്തുണ്ടാവില്ല, അതിനൊരു ഹാപ്പിയാക്കി കൊണ്ടുപോകണം എന്നുള്ള താല്പര്യമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നമാണ് എന്തെങ്കിൽ പോലും ഇതിന്റെ ഒരു ആവറേജിലേക്ക് കിടക്കുന്നവർക്ക് ആ ഒരു ചെറിയ പ്രശ്നം വന്നാൽ പോലും അതിനൊന്ന് അഭിമുഖിക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പൊ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇമോഷൻസ് വരെ ചിലപ്പോഴെങ്കിലും ചില ആളുകളെ കാണാറുണ്ട്. ചിലപ്പോൾ ആൾ ഇവിടെ ഒരു മൊബൈൽ ഫോൺ വെച്ച് പോയതായിരിക്കാം, ഇയാൾക്ക് ഇവിടെ വെച്ചത് ഓർമ്മയില്ലാതെ പോയി അപ്പുറത്തെ ടാബിളിൽ പോയി തരും. അപ്പൊ അയാളുടെ ഓർമ്മയിൽ ഇന്നലെ അപ്പുറത്തെ ടേബിൾ വെച്ചതായിരുന്നു, ഇന്ന് ഇവിടുത്തെ വെച്ചതേ ഓർമ്മയിലില്ല, ഞാൻ ഇവിടെയാണല്ലോ എന്റെ ഫോൺ വെച്ചത് എന്ന് പറഞ്ഞിട്ട് ഉള്ള ബഹളം മൊത്തമായിരിക്കാം അല്ലെ. ആ ബഹളങ്ങൾ മൊത്തം കഴിഞ്ഞ് അദ്ദേഹം ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തായിരിക്കും കാണാൻ ചിലപ്പോൾ അവിടെ ബെഡിൽ ഫോൺ വെച്ചിട്ടുള്ളത്. ഓ, അപ്പോൾ പെട്ടെന്നുണ്ടാവും ആ കാണുന്ന സമയത്ത് ആൾക്കും, ആ ഞാൻ നേരത്തെ ഇവിടെ ഷർട്ട് അയച്ചു വെക്കാൻ വന്നപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. അപ്പൊ അത്രയും സമയം പൊട്ടിത്തെറിച്ചതൊക്കെ എന്തായി പോയി, ഒറ്റയടിക്ക് തന്നെ ഇല്ലാതായി എന്നുള്ളത്. പക്ഷെ ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്കറിയാലോ നമ്മുടെ ഹോർമോണിൽ വ്യതിയാനം സംഭവിക്കുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ഹോർമോണിൽ നിന്ന് നമുക്ക് ഇത്രമാത്രം നമുക്ക് സൈഡ് എഫക്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ്, അവിടെ ആ ഒരു സ്പോട്ടിന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്ന സമയത്ത്, സ്വന്തത്തിനെ പോലും ബോധ്യമില്ലാതെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത്, ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് അത്തരം ഒരു ക്യാരക്ടറിലുള്ള ഒരാൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമുക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് ചെവി അടച്ചു പിടിക്കുക, ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇദ്ദേഹത്തിനോ, അപ്പൊ സ്വന്തത്തിനോടാണ് ആദ്യം അക്രമം ചെയ്യാന്നുള്ളത്. സ്വന്തത്തിനോട് അക്രമം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവർ എത്തുന്നുള്ളത് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇനി അതല്ല, ഇനിയിപ്പോ ഇത് പറ്റില്ല, ദേഷ്യം വരികയാണ്, പക്ഷെ ഉള്ളത് ഒരു മാനേജറുടെ മുമ്പിലാണ്, അതല്ലെങ്കിൽ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ മുന്നിലാണ്. ഭർത്താവിനോട് ഇപ്പൊ എന്റെ ദേഷ്യം കാണിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്നുള്ളൊക്കെയുള്ള രീതിയിലാണെങ്കിൽ ആ ദേഷ്യത്തെ ഉള്ളിലേക്ക് ഒതുക്കി വെക്കുകയാണെങ്കിലും എന്തായിരിക്കും എന്നറിയോ, നമുക്ക് പിന്നീട് ബോഡി പെയിന്, ബാക്ക് പെയിന്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരീരത്തിലേക്ക് വരുന്നുള്ളതാണ്. അപ്പം ബാക്ക് പെയിന് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി ഒരുപാട് മരുന്നെടുത്ത് നമ്മുടെ ബാക്ക് പെയിന് മാറുന്നില്ല, ഹെഡ് ഏക്ക് ആണ്, ഒരുപാട് മരുന്നെടുത്ത് നമ്മുടെ ഹെഡ് ഏക്ക് മാറുന്നില്ല, അതല്ലെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം ആണ്, പിന്നെ ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്തു, പക്ഷെ എന്നിട്ടും വീണ്ടും ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം. നമ്മൾ നോക്കേണ്ടത് എല്ലാ അസുഖങ്ങളും എന്തല്ല, വെറും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, നമ്മുടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടും കൂടി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് കൂടി എന്തായിട്ട് വരുന്നുണ്ട്, ഇവിടെ നമ്മൾ ആ ഒരു ഇമോഷൻസിനെ നമ്മൾ ഉള്ളിലേക്ക് ഒതുക്കി വെക്കുന്ന സമയത്ത്, സപ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനെയും കൂടിയിട്ട് ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ ഇവർക്ക് സാഹചര്യങ്ങളുമായിട്ടൊന്നും ഒത്തുപോവാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏത് സാഹചര്യവുമായിട്ട് ഇവർക്ക് ഒത്തുപോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു പിന്നെ ക്യാരക്ടർ നമുക്ക് ഇവരുടെ അൺഹെൽത്തിയിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിനെ ഹെൽത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ നമുക്ക് തന്നെ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഓക്കെ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കുന്ന സമയത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇവര് ഹാർഡ് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇവർക്ക് എടുക്കുന്ന പണിയെല്ലാം ഇവർക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളത്. നമുക്ക് തന്നെ അറിയാം, നമുക്ക് ജോലി എടുത്ത് ഭയങ്കര ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ദേഷ്യം വരും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാന്നറിയോ, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുക എന്നുള്ളതിന് പകരം നാളെ ചെയ്യേണ്ട ജോലികൾ ഇന്ന് ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക, ഇന്ന് കറക്റ്റ് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതിൽ പറഞ്ഞതിന് മാത്രം ചെയ്യുക എന്ന് വെച്ചാൽ, അതിൽ പറഞ്ഞതിന് മാത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ, നാളെ ഒരാൾ ബോധം കെട്ട് വീണാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണ്, ഞാൻ ഇന്നലത്തെ ടു ഡു ലിസ്റ്റിൽ
എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാനല്ല കേട്ടോ പറഞ്ഞത്. എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് മാറുക എന്നുള്ളതിനപ്പുറത്തേക്ക് നോർമലായി വരുന്ന സാഹചര്യങ്ങളിൽ ഓരോന്നിലും നമ്മൾ എഴുതി വെച്ച് ഞാൻ ഇന്ന് ഇത്ര മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു വർക്കിന് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താക്കി എടുക്കാൻ വേണ്ടി പറ്റും, നമുക്ക് ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും 1-2 ദിവസവുമല്ല, 3 മാസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ദേഷ്യമാണ് എൻ്റെ വിഷയമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്, ഏത് സിറ്റുവേഷനിൽ നിന്നാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്ന് നാം നമ്മളെ ഒന്ന് അപകടസ്ഥലത്തുക. ഓക്കെ, ശരിയാണ്, ഞാൻ രാവിലെ വന്ന് വൈകുന്നേരം വരെ ഇവിടെ ഇത്രയും ജോലി എടുത്ത് ഫുള്ള് ടയർഡായി ആ ഒരു ടൈമിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, മുഴുവൻ ജോലിയും നമ്മൾ എടുക്കാതെ മറ്റുള്ളവരിലേക്ക് ഭാഗിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ എടുക്കേണ്ട ജോലിയെ മറ്റുള്ളവരിലേക്ക് കൂടി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജോലി ഭാരം കുറയും. നമ്മുടെ ജോലി ഭാരം കുറയുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയും. നമ്മുടെ സ്ട്രെസ് കുറയുന്ന സമയത്തും കൂടി നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാര്യത്തിലും ഉടനെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കുമല്ലോ അൺഹെൽത്തിയിലുള്ളവർക്ക്. അപ്പൊ നമ്മളോടുള്ള യുദ്ധത്തിന് തയ്യാറാവുക ഇല്ല. എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കും, ഞാൻ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ ഇരിക്കും, ഇരിക്കുന്നവരാണെങ്കിൽ കിടക്കും, അല്ലെങ്കിൽ വുളൂഹ് ചെയ്യും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ മാറും എന്നുള്ള ദൃഢനിശ്ചയം നമുക്ക് എടുക്കുക. ഇതിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് ഇസ്ലാം എത്ര വ്യക്തമായിട്ടാണല്ലേ പഠിപ്പിച്ചു തരുന്നത്, നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. പക്ഷെ നമ്മളൊന്നും എന്ത് ചെയ്യുന്നില്ല, അതൊക്കെ പണ്ട് മദ്രസയിൽ പഠിച്ചു പോയി എന്നല്ലാതെ ഞാനും എന്റെ കാര്യമാണല്ലോ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ, അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇനി ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെറും വർക്കിന് മാത്രമുള്ള ലിസ്റ്റ് ആയി പോവരുത്. പകരം അതിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത്, ഉറങ്ങാനുള്ള സമയം ഉണ്ടായിരിക്കണം. അതേപോലെ സ്വപ്നം കാണാനുള്ള സമയം ഉണ്ടായിരിക്കണം. സ്വപ്നം കാണാൻ മീൻസ് ഉറങ്ങിയിട്ട് കാണുന്ന സ്വപ്നമല്ല പറഞ്ഞത്, വെറുതെ ഇരുന്ന് നമ്മുടെ ഭാവിയെ നമ്മൾക്ക് സ്വപ്നം കാണാം എന്നുള്ളതാണ്. പിന്നെ സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് സമയം സംസാരിക്കാനുള്ള സമയം അതിൽ കണ്ടെത്തണം. കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയവും അതിൽ കണ്ടെത്തണം എന്നുള്ളതാണ്. കാരണം ഇവർക്ക് എന്തില്ല, എപ്പോഴും ഇവരൊരു തമാശ പറയാനോ ഒന്നിനും സമയം കണ്ടെത്താതെ എന്നും ജോലി 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 എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് ഇവർ എത്തിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മളിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരിലോ ഇങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഒറ്റയടിക്ക് പോയി പറയാൻ വേണ്ടി പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ജോലിയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയി കണ്ടറിഞ്ഞുകൊണ്ട് അവരെ നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും.